എല്ലാവർക്കും നവാസ് ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയൊരു ചേഞ്ച് വേണം. ഇന്ന് എൻ്റെ ജന്മദിനമാണ് 6/6/1900 അപ്പോൾ ഇന്നെങ്കിലും ചെറിയൊരു മാറ്റങ്ങളോടെ വ്ളോഗ് ചെയ്തിട്ടില്ലേ, പിന്നെ എന്താ അർത്ഥമുള്ളതല്ലേ. 31/5/1900 ജനിച്ചതെന്ന് ഉപ്പയും ഉമ്മയും വിധി എഴുതിയതനുസരിച്ചിട്ട് പല ആളും 31 വിഷ് ചെയ്യാറുണ്ട്. അത് പണ്ടുള്ള കാലത്ത് ചെയ്യുന്ന പോലെ സ്കൂളിൽ ചേർത്താനാകുമ്പോൾ ഒരു നമ്പറാണ് വയസ്സ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മയാണോ ഉപ്പയാണോ, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അപ്പോൾ അതിനോട് ചോദിക്കാനും കഴിയില്ല, ഉമ്മയാണോ ഇതിൻ്റെ ബാക്കിൽ എന്നറിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും കണ്ടുവരുന്നില്ല. എല്ലാവരും അവരവരെ ഡേറ്റ് വെച്ചിട്ട് വയസ്സാകുമ്പോൾ ചേർക്കുക. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പല മാതിരി സംഭവങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ സംഭവത്തിൽ ഉൾപ്പെടാറില്ല. പിന്നെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയുള്ള എൻ്റെ ഈ ജീവിതത്തിനിടയിൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ കുറച്ച് നേരം സംവദിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം. അതാണ് എൻ്റെ ഈ നിങ്ങളോടായിട്ടുള്ള ഒരു കടപ്പാട്. ഇത്രയും നാൾ നവാസ് ഡയറീസിലൂടെ നിങ്ങൾ ചിലതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, അതെൻ്റെ വിജയമാണ്. കുറേയൊക്കെ ബോറടിപ്പിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആദ്യം ഈ മൊബൈലിനും ടെക്നോളജി ഒന്നും അറിയാത്ത ഞാൻ ആഫ്റ്റർ കൊറോണയാണ് ഇൻഷോട്ടിലൂടെയും അതും ഇതുമൊക്കെ ആയിട്ട് പലതും പഠിച്ചതും യൂട്യൂബും ഫേസ്ബുക്കൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചവരെ ഇപ്പോൾ അടുത്ത കാലത്താണ്. അതുകൊണ്ട് എനിക്കൊരു അഡ്വൈസേ ഉള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ ടെക്നോളജീസ് പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ ആപ്പിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രയോജനപ്പെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതെന്നെ പഠിപ്പിച്ചു തന്നത് ഒരു +2 ഡിഗ്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് ഇൻഷോട്ട് എന്താണെന്ന് പഠിപ്പിച്ചത്. ഞാൻ വേറെ എവിടെയും പോയിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ല. ഈ ഒരു ഇൻ്റർനെറ്റും ഈ ഒരു ഫോണും ടെക്നോളജിയൊക്കെ പഠിപ്പിച്ചു തന്ന കുട്ടികളാണ്, എൻ്റെ അനിയന്മാരും അനിയത്തിമാരുമാണ്. അതുകൊണ്ട് നിങ്ങളെ സർക്കിളിലും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർ പഠിപ്പിച്ചു തരും കാര്യങ്ങൾ. നാളെ മറ്റന്നാൾ പിന്നെയും മറ്റൊരാളോട് ചോദിക്കുക, പറയുക, അത് ചെയ്താ ഇത് ചെയ്താടാ അത് ചെയ്താടാ എന്ന് പറയുന്നതിന് പകരം സ്വന്തമായിട്ട് പഠിക്കുക കാര്യങ്ങൾ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നവാസ് ഡയറീസ് സൈനിങ് ഓഫ്.